എടാ കോൺഗ്രസ്സുകാരാ, നിന്നെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ പുച്ഛം തോന്നുക ഈ പ്രസ്ഥാനത്തിനെ തന്നെ പുച്ഛിച്ച് തള്ളുക. ഇവിടെ എത്രയോ നല്ല മെച്ചമായിരുന്നു, കരുത്തുള്ളതായിരുന്നു. അവരുടെ പാർട്ടിയുടെ തീരുമാനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ കഴിവുള്ളതായിരുന്നു ഇടതുപക്ഷത്തിന്. ഏതോ ഒരു ദുർബുദ്ധിയിൽ നിനക്കൊക്കെ വേണ്ടി വോട്ട് ചെയ്തു പോയി. ഇന്നിപ്പോൾ ഓർത്ത് നിങ്ങളെ ഓർത്ത് ശപിക്കുക. വളരെ ബുദ്ധിമുട്ടുമുണ്ട്. ഇത്രയും നാണം കെട്ട ഒരു സിസ്റ്റം. പ്രവർത്തിച്ചവൻ പാർട്ടിയെ ഇത്ര സീറ്റിലെത്തിക്കുമെന്ന് വരെ പറഞ്ഞ് വെല്ലുവിളിച്ച് നടന്നവൻ അവൻ പറഞ്ഞെടുത്ത് കൊണ്ടുവന്ന് കെട്ടുകയും ചെയ്ത്, എന്നിട്ട് ആ തണൽ പറ്റിക്കൂടിയിരുന്നിട്ട് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു. നാണമുണ്ടോ ഇതിനെ കൂടുതൽ? നാണവും മാനം ഉളുപ്പുമുണ്ടോ? ഇനി മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി കഴിഞ്ഞിട്ട് ജനവധി തേടാൻ വന്നു കഴിഞ്ഞാൽ ഏത് പോട്ടറിനും ജയിക്കും അല്ലേ? ഇത് ജനത്തിനെ പറ്റിക്കണതല്ലാതെ നിങ്ങൾക്ക് ജനത്തിനെ പറ്റിക്കുവാൻ ഇനി നിനക്കൊന്നും ഒരു വോട്ടും ചെയ്യല. നീയൊക്കെ സത്യം ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് പിടിച്ച് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി കുറേ വേട്ടാവളിയന്മാരെ പോലെയുള്ളവന്മാർ വെള്ളയിൽ കതറുവിട്ടുവിടാൻ കതറിന് നാണം വരുവിടോ നിൻ്റെയൊക്കെ ശരീരത്തിൽ കിടന്ന വീടും വെള്ളിയാഴ്ചയില്ലാതെ കണക്കാം. പോയി ചാവ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ മതിയായിരുന്നു കേരളത്തിൽ. അത്ര കരുത്തിട്ട മുഖ്യമന്ത്രിയായിരുന്നു. ഒരു ഇഷ്ടം അയാളോട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തര ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ വോട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇനി അവർ ജയിച്ചില്ലായിരുന്നെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു മാനാഭിമാനം ഉണ്ടാകുമായിരുന്നു. ഇത്രയും കരുത്തുള്ള സംഘടന പാർട്ടിക്ക് വന്നാൽ വോട്ട് ചെയ്തതെന്ന്. ഇനി നിനക്കൊക്കെ തരാം. നീയൊക്കെ വീട്ടിൽ വാ, ഒരു 10-12 വോട്ട് ഞങ്ങൾക്ക് ഉള്ളതാണ്, തരാടാ. നീയൊക്കെ വാ.